ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. പ്രഗ്നൻസിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന കുട്ടിയുടെ അനക്കം അറിയുന്നൊരു മൊമെൻ്റ് ആണല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, എപ്പോൾ മുതലാണ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എപ്പോൾ മുതലാണ് നമുക്ക് ബേബിയുടെ മൂമെൻറ്റ്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഓരോ പ്രഗ്നൻസിയിൽ ഓരോ രീതിയാണ്. ഇപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസി ആണെങ്കിൽ ഒരു 25 വീക്സിന് ശേഷം മാത്രമേ ബേബിയുടെ മൂമെൻറ്റ്സ് നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഒരു മെഡിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് പറയുന്നത്. അതല്ല, സെക്കൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ 18-19 വീക്സ് ഒക്കെ ആകുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 12th വീക്ക് കഴിഞ്ഞ് 13th വീക്കിൻ്റെ ആ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ചെറിയ രീതിക്ക് എനിക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു ബേബി മൂമെൻ്റ് ആണ് എന്നൊന്നും അറിയുന്നില്ലായിരുന്നു. വയറിനുള്ളിൽ ബബിൾസ് പൊട്ടുന്ന രീതിക്കുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡൈജഷൻ്റെ എന്തോ ആണ്, കഴിച്ചത് എന്താണ്ട് ശരിയായിട്ടുള്ള ഗ്യാസ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ അയ്യോ വയറ് നിറച്ച് ഗ്യാസ് ആണെന്ന് തോന്നുന്നു, ഇങ്ങനൊരു ഇടയ്ക്കിടയ്ക്ക് ബബിൾ പൊട്ടുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയാണ് പറയുന്നത് അതിനെയാണ് ക്വിക്കനിങ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം അറിയുന്ന ബേബി മൂമെൻറ്റിനെ പറയുന്ന പേരാണ് ക്വിക്കനിങ്. അപ്പോൾ അങ്ങനെയാണ് അത് അറിഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല, 13 ആഴ്ചയല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഗ്രാജുവലി ഇത് ഇൻക്രീസ് ആകാനായിട്ട് തുടങ്ങി. നല്ല രീതിക്ക് ചവിട്ടൊക്കെ കിട്ടുന്നതൊക്കെ എനിക്ക് 18-19 ആഴ്ചയൊക്കെ ആയപ്പോൾ നല്ല രീതിക്ക് അറിയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ്. ചിലരത് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി മുന്നേ തന്നെ അറിയാനായിട്ടൊക്കെ പറ്റും. ഈ ബേബി മൂമെൻറ്റ്സ് ആദ്യം ഒരു ചെറിയൊരു ബബിൾ പൊട്ടുന്ന പോലെ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ തുടങ്ങി. പിന്നൊരു ഫ്ലട്ടർ പോലെയാണ്, അതൊരു എന്താ പറയുക, എന്തോ ഒന്ന് തുടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് പിന്നെ നമുക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് നല്ല രീതിക്ക് ചവിട്ടുന്നത് മനസ്സിലാകും. ടുവേർഡ്സ് ദ എൻഡ് ആ പ്രഗ്നൻസിയൊക്കെ ഒരു 36 ആഴ്ച 38 ആഴ്ചയൊക്കെ ആയി കുട്ടി ജനിക്കാറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചവിട്ട് കിട്ടുന്നത് നമുക്കറിയാൻ പറ്റും. എനിക്കൊക്കെ രാത്രി ഒരു 11 മണിക്ക് ആ കുട്ടി ചവിട്ടി ഇങ്ങനെ വെച്ചേക്കുന്നത് അറിയാം. കാലെടുക്കുന്നവരെ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കിക്സൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി ചിലരിൽ ഈ മൂമെൻറ്റ്സ് അറിയാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. അതിന് ചില കാരണങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലാസൻ്റയുടെ പൊസിഷനാണ്. നമ്മുടെ യൂട്രസിൻ്റെ വാളിൻ്റെ ഫ്രണ്ടിലും പ്ലാസൻ്റ അറ്റാച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ബാക്കിൽ അറ്റാച്ച് ആയിരിക്കും. മുന്നിലാണെങ്കിൽ ആൻറ്റീരിയർ പ്ലാസൻ്റ എന്ന് പറയും, പിന്നിലാണെങ്കിൽ പോസ്റ്റീരിയർ പ്ലാസൻ്റ എന്ന് പറയും. അപ്പോൾ ഈ ആൻറ്റീരിയർ പ്ലാസൻ്റ ഉള്ള ആൾക്കാരിൽ നമുക്ക് ഈ മൂമെൻറ്റ്സ് അറിയാൻ ഇച്ചിരി ടൈം ആകും. ബിക്കോസ് നമ്മുടെ അബ്ഡോമിനൽ വാളിൻ്റെയും കുട്ടിയുടെ ഇടയ്ക്കായിട്ട് ഈ പ്ലാസൻ്റ ഉണ്ടാവും. അപ്പോൾ ഈ ചവിട്ടൊക്കെ അറിഞ്ഞു വരാനായിട്ട് ഇച്ചിരി കൂടെ സമയമാവും. എങ്കിൽ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ആൻറ്റീരിയർ പ്ലാസൻ്റ ആയിരുന്നു, എന്നിട്ട് പോലും എനിക്ക് 13ാമത്തെ ആഴ്ച മുതൽ കുട്ടിയുടെ മൂമെൻറ്റ്സ് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാവർക്കും ഇതങ്ങനെ തന്നെ ആകണം എന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നല്ല വണ്ണമുള്ള ആൾക്കാരിൽ നമ്മുടെ ബോഡിയിലുള്ള വയറിലൊക്കെയുള്ള ഫാറ്റ് കാരണം പെട്ടെന്നൊന്നും കുട്ടിയുടെ അനക്കം അറിയാൻ പറ്റത്തില്ല എന്ന് പറയും. എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നല്ല വണ്ണമുള്ള ഒരാളാണ്. എനിക്ക് വയറിലൊക്കെ നല്ല രീതിക്ക് ഫാറ്റും ഉണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതും എൻ്റെ കാര്യത്തിൽ ശരിയല്ല. പക്ഷേ ഇതൊക്കെ ഒരു മെഡിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് പറയുകയാണെങ്കിൽ കറക്റ്റാണ്. ആൻറ്റീരിയർ പ്ലാസൻ്റയുള്ള ആൾക്കാരിൽ അറിയുന്നത് ഇച്ചിരി താമസിച്ചിട്ടായിരിക്കും മിക്കപ്പോഴും. അതുപോലെ വണ്ണമുള്ള ആൾക്കാരിലും അറിയുന്നത് ഇച്ചിരി താമസിച്ചിട്ടാണ്. പിന്നെയുള്ളൊരു കാര്യം ബേബിയുടെ പൊസിഷനാണ്. ഫോർ എക്സാമ്പിൾ കുട്ടി പുറകിലോട്ടാണ് ചവിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ മുന്നിലോട്ടാണ് ചവിട്ടുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കുട്ടി അനങ്ങാണ്ട് കിടക്കുകയാണ്, നമുക്കൊന്ന് ആ മൂമെൻറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ആദ്യത്തെ കാര്യം, ചെറുതായിട്ട് തണുപ്പുള്ള ആഹാരം എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ കുട്ടി അനങ്ങുന്നതായിട്ട് അറിയാൻ പറ്റും. സ്വീറ്റ്സ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള ചില ഫുഡ് ഐറ്റംസ് ഉണ്ടാകും, അത് അമ്മയ്ക്ക് അറിയാം, അത് കഴിക്കുമ്പോഴൊക്കെ ആ കുട്ടി അനങ്ങും. അപ്പോൾ നമുക്ക് കുട്ടിയുടെ അനക്കം അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടിക്ക് ഇഷ്ടമുള്ള ഫുഡ്, അതുപോലെ സ്വീറ്റ്സ് ചെറുതായിട്ട്, ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല, ചെറുതായിട്ട്, പിന്നെ തണുപ്പുള്ള ആഹാരമൊക്കെ കഴിക്കുകയാണെങ്കിൽ കുട്ടി അനങ്ങുന്നത് അറിയാം. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ചരിഞ്ഞ് കിടക്കുകയാണെങ്കിലും ഒരുവിധം കുട്ടി അനങ്ങുന്നത് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറിയ രീതിക്ക് പാട്ട് വെച്ച് കൊടുക്കുന്നത്, അതുപോലെ തന്നെ വയറിന് മുകളിൽ പാമ്പർ ചെയ്യുന്നത്, ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ ആ കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് അറിയാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. കുട്ടി അപ്പോഴത്തേക്കൊന്ന് അനങ്ങും. ഇനി എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ പോയി കാണേണ്ടത്, കുട്ടി അനങ്ങുന്നില്ല എന്നുള്ളത് നമ്മൾ കൺസേൺഡ് ആകേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ 24 മണിക്കൂറായിട്ടും കുട്ടിയുടെ യാതൊരു അനക്കവും നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ ചെന്നിട്ട് കാണണം. അൾട്രാസൗണ്ട് സ്കാൻ എങ്ങാനും ആയിരിക്കും ചെയ്യുന്നത്, എന്താ കാര്യമെന്ന് അറിയാനായിട്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഉറപ്പായിട്ടും ഡോക്ടറെ ചെന്നിട്ട് കാണണം. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ
36th വീക്കിൽ എനിക്കൊന്ന് വയ്യാണ്ടായി, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയി. അതുവരെയും നല്ല രീതിക്ക് കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് അറിഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറിയിട്ട് ഛർദിലൊക്കെ ആയി ഹോസ്പിറ്റലിലായി. അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് കയറിയിട്ടാണോ അല്ല എനിക്ക് വയ്യാത്തത് കൊണ്ടാണോ കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് എനിക്ക് ഒട്ടും തന്നെ അറിയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു. രാത്രി തന്നെ ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തു, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അറിയുന്നില്ലായിരുന്നു, ബിക്കോസ് എനിക്ക് സുഖമില്ല, എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അറിയാത്തത്. അപ്പോൾ ഇങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു മെഡിക്കൽ ഹെൽപ്പ് ചോദിക്കുന്നതാണ് നല്ലത്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ 16ാമത്തെ 17ാമത്തെ ആഴ്ച കഴിഞ്ഞ് മാത്രം ബേബിയുടെ മൂവ്മെൻറ്റ്സ് അറിയുന്നതെന്ന് വെച്ചാൽ അത് ബേബിയുടെ സൈസ് കാരണം മാത്രമല്ല, ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് കുട്ടിയുടെ മസിൽസും നെർവ്സും ഒക്കെ നല്ലോണം ഡെവലപ്പായി കുട്ടി അനങ്ങി തുടങ്ങുന്നത്. നല്ല രീതിക്ക് അവർ സ്ട്രെച്ച് ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ കോട്ടുവായൊക്കെ ഇട്ട് തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ്. അതുകൊണ്ടാണ് കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് അമ്മയ്ക്ക് നല്ലോണം അറിയുന്നത്. അതുപോലെ കുട്ടിക്ക് ഇക്കിള് വന്ന് തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് അറിയാതെ ഈ ഒരു സമയം മുതൽ മനസ്സിലാകാനായിട്ട് തുടങ്ങുന്നത്. ഇനി രാത്രി സമയങ്ങളിലാണ് കൂടുതലായിട്ട് നമുക്ക് ബേബി മൂവ്മെൻറ്റ്സ് അറിയാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും അത് വളരെ കറക്റ്റാണ്. ഞാൻ രാത്രി ഡിന്നർ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകുന്ന സമയം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നത്. ഒരു 12-12:30 വരെ നല്ല രീതിക്ക് എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പാറ്റേൺ എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചു വയ്ക്കുക. അതിനനുസരിച്ച് ഡെയിലി കുട്ടിക്ക് മൂവ്മെൻറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ ചെന്ന് കാണണം. അപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസിയിൽ നിങ്ങൾ ആദ്യമായിട്ട് എപ്പോഴാണ് ബേബി മൂവ്മെൻറ്റ്സ് അറിഞ്ഞതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയണം. ഒരുപാട് പേർക്ക് അറിയാനായിട്ട് ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും അത്. അപ്പോൾ ഈ ബേബിയുടെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വെറും ഒരു ഫിസിക്കൽ സെൻസേഷൻ അല്ല, അത് ശരിക്കും ഒരു ഇമോഷണൽ കണക്റ്റാണ് ഈ അമ്മയ്ക്കും കുട്ടിക്കും തമ്മിലുള്ളത്. അത് നന്നായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ എപ്പോഴും അത് മൂവ്മെൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ അപൂർവമായിട്ടേ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് ഉണ്ടാകാറുള്ളൂ. സോ നിങ്ങളുടെ ഈ പ്രഗ്നൻസി ഫേസ് നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.